നമ്മൾ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പെർഫ്യൂം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ പെർഫ്യൂമിനോട് താല്പര്യം പെർഫ്യൂം ഉപയോഗിക്കാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അരോമാറ്റിക് കെമിക്കൽസ് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റായ ഹിഡിയോൺ. 1962 ഫെർമനിച്ച് എന്ന സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയാണ് ഈ ഹിഡിയോൺ എന്ന കെമിക്കൽ കണ്ടുപിടിച്ചത്. ആക്ച്വലി ഇത് ഫ്രഷ് ആയിട്ടുള്ള ജാസ്മിൻ പൂവിൻ്റെ ആബ്സലൂട്ട് അതിൻ്റെ കറക്റ്റ് നോട്ട്സ് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട നോട്ട്സ് എന്ന് പറയുന്നത് ഫ്രഷ്, ഗ്രീൻ ആൻഡ് ഫ്ലോറൽ ആണ്. ഇത് പെർഫ്യൂമിൽ ആഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മിഡിൽ നോട്ടായിട്ടാണ് ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നത്. മിഡിൽ നോട്ടിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് സിട്രസ് നോട്ട്സുകൾ അതുപോലെ ഫ്രഷ് ഫ്ലോറൽ നോട്ട്സിൻ്റെ ടോപ്പ് നോട്ടിനെ പ്രൊജക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രധാനമായും ഹിഡിയോൺ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉപയോഗം മിഡിൽ നോട്ടായിട്ട് ഉപയോഗിക്കാനാണ്. മാത്രമല്ല ഹിഡിയോൺ ഓറിയന്റൽ പെർഫ്യൂംസ്, ഓറിയന്റൽ ടൈപ്പ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സ്മെല്ലുകളെ കോമ്പൻസേറ്റ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹിഡിയോൺ ആഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹിഡിയോൺ എന്ന അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂഡ് എൻഹാൻസറാണ്. മൂഡ് എൻഹാൻസറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോമാറ്റിക് ഹീലിങ്ങിൽ, ആരോമാറ്റിക് തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഹിഡിയോൺ.